ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ IBGM ചൗക്ക റോഡിലാണ്. ഇവിടെ അടയ്ക്കാപ്പന്തലിന് സമീപം ആക്സിഡൻറ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാറ് വന്ന് ഒരു പോസ്റ്റിൽ വന്ന് ഇടിക്കുകയാണ് ഉണ്ടായത്. ഭാഗ്യത്തിനാണ് ഈ കാറിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾക്ക് വേറെ അപകടങ്ങളൊന്നും തന്നെ സംഭവിക്കാതിരുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു. ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന റോഡ്. ഇതിൻ്റെ അലൈൻമെൻറ്റ് തന്നെ വലിയ പ്രശ്നമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴും വളവും തിരിവൊക്കെ വന്ന് കിടക്കുന്ന ഒരുപാട് ഈ റോഡിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രാംവേ റോഡുണ്ടല്ലോ, ആ ട്രാംവേ റോഡ് ശരിക്കും പറഞ്ഞാൽ ഈ റോഡിൻ്റെ ബദലായിട്ട് പോകുന്ന റോഡാണ്. പക്ഷേ ആ ട്രാംവേ റോഡ് ഒരു സൈഡ് വന്ന് മുട്ടി നിൽക്കുകയാണ്. അത് ഇനിയും സ്ഥലങ്ങൾ പുറമ്പോ കയ്യേറിയിട്ടുള്ള ആളുകളുടെ സ്ഥലങ്ങൾ എടുത്ത് അതിൽ റോഡ് വെട്ടാൻ സ്ട്രൈറ്റ് റോഡ് വരും. പക്ഷേ ഇതിലൊന്നും യാതൊരു ഇടപെടലുണ്ടായില്ല. ഇവിടെ നിരവധി മരണങ്ങൾ, അതായത് ഇപ്പോൾ ഈ ഇടിച്ച പോസ്റ്റിന് തന്നെ മുന്നേ ഒരാൾ വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് നീങ്ങി അഭിന സെൻറ്ററിൻ്റെ കെയർ സെൻറ്ററിൻ്റെ അവിടെ ആ കെയർ സെൻറ്ററിൻ്റെ അവിടെ ഇതുപോലെ തന്നെ അപകടം ഉണ്ടായ ഒരാൾ മരിച്ചിട്ടുണ്ട്. കുറച്ച് നീങ്ങി ഇതുപോലെ തന്നെ ഒരു ചേട്ടൻ വന്ന് ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റോഡുകളിലെ പുറമ്പോക്ക് കയ്യേറ്റങ്ങൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണടയ്ക്കും. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന അപകട മരണങ്ങൾക്ക് ആരാണ് ഉത്തരവാദി? ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആരൊക്കെയാണ്? ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കണം, ജനങ്ങൾ ശ്രദ്ധിക്കണം, ജനപ്രതിനിധികൾ ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നല്ല റോഡുകളും അപകടമില്ലാത്ത റോഡുകളും ഉണ്ടാകുക. ഈ റോഡ് ഇപ്പോൾ നല്ല അടിപൊളിയാണ്, സൂപ്പർ സെറ്റപ്പ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് മുകളിച്ച് പോവാം. എവിടേക്കാ മര്യാദയ്ക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് പോവാം, പല്ലടിച്ച് കിടക്കാം. ഞാൻ ഈ പരിസരത്ത് 2 ചേട്ടന്മാരെ കണ്ടു. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുകയാണ്, ഇതെന്താണ് ഞാൻ കണ്ട മാതിരിയാണോ നിങ്ങളും കണ്ടായിരുന്നു ഈ റോഡിനെ പറ്റി? നമുക്കതൊന്ന് ചോദിച്ചാൽ. ഇവിടുത്തെ ഈ റോഡിൻ്റെ അലൈൻമെൻറ്റ് മൊത്തത്തിൽ ശരിയല്ല. പല സ്ഥലങ്ങളിലും പുറമ്പോക്ക് ഭൂമിയിലേക്ക് അതായത് പുറമ്പോക്കായിട്ട് കയറ്റി കെട്ടി ഒരുപാട് ഞാൻ ഇതിനെതിരായിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്പോട്ട് തന്നെ ഇത് ഒരു മതിൽ പൊളിച്ച് അവരുള്ളിലേക്ക് ആക്കിയത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ സ്പോട്ടിൽ തന്നെ ഈ മതിൽ വളരെയധികം അപകടകരമായ രീതിയിൽ നിൽക്കണേ. ഇവിടെ തന്നെ ഈ സ്ഥലത്ത് തന്നെ 2 പോസ്റ്റുകളിലായിട്ട് 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇന്ന് അപകടം നടന്ന പോസ്റ്റിൽ ഒരു 3 വർഷം മുമ്പ് ഒരാൾ മരിച്ചു. അത് ശരി, ആ പോസ്റ്റിൽ തന്നെ വേറെ ആൾ മരിച്ചിട്ടുണ്ട്. അതിൽ വേറെ 2-3 തവണ ആ പോസ്റ്റിൽ വേറെ വണ്ടികൾ വന്ന് ഇടിച്ചിട്ടുണ്ട്. സൈഡ് കൊടുക്കാൻ ഇടയില്ലാത്ത കാരണം ഞാൻ ഇന്ന് ഇലക്ട്രിസിറ്റിയുടെ എയോട് സംസാരിച്ചിരുന്നു. അത് ആ പോസ്റ്റ് ഒരു അടി അങ്ങോട്ട് ഉള്ളിലേക്ക് ഇട്ട് എങ്കിലും ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അത് അങ്ങനെ ചെയ്യണമെന്ന് ഇതിന് ലൈൻ മാറ്റണ ഈ പ്രശ്നങ്ങളാണ്, അവിടെ ഒരു ടച്ചാവും പ്രശ്നങ്ങളാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇവിടെ ഭൂമി പുറമ്പോക്ക്, അതായത് ഈ ലൈനിൽ തന്നെ മൊത്തത്തിൽ പല സ്ഥലങ്ങളിലും ഭൂമി കയ്യേറ്റം ചെയ്ത് റോഡിലേക്ക് കെട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയാനുള്ളത്. പണ്ട് മുതൽ അറിയാതെ ട്രാംവേ റോഡായിരുന്നു. മറ്റേ വണ്ടികളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്, മലവണ്ടികളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ആ റോഡൊക്കെ ക്ലിയർ ആയിരുന്നെങ്കിൽ ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടാൻ പാടില്ല. എല്ലാവർക്കും കിട്ടും, നല്ല സ്ട്രെയിറ്റ് റോഡ് കിട്ടുകയും ചെയ്യുമായിരുന്നു. എല്ലാവർക്കും കിട്ടും, എല്ലാ അപകടങ്ങളും ഒഴിവാക്കി കിട്ടുകയും ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് KSEBയോട് പറയാനുള്ളത്, ഈ പോസ്റ്റുകളെല്ലാം വളരെ ഒതുക്കി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ മുന്നിലുള്ള പോസ്റ്റുകൾ തന്നെ ശരിക്ക് ഒരു ഓട്ടോറിക്ഷ വരെ അതിൻ്റെ അകത്തൂടെ കയറിപ്പോയി എൻ്റെ മതിലിനോട് ചേർന്ന് തന്നെ അകത്തേക്ക് കടവാണ്. അതൊന്ന് ഒതുക്കിയിട്ടാൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവാകും. 2 മാസം മുമ്പ് ഇവിടെ അപകടങ്ങളുണ്ടായി. ചേട്ടന് ഓർമ്മയുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ്? 2 മാസം മുമ്പ് ഞാൻ കാലത്തെ ഗേറ്റ് തുറക്കുമ്പോൾ ചെരുപ്പ് കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കും. ഒരു ചേട്ടൻ നിൽക്കണ നിൽപ്പ് കണ്ട. അപകടം നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചേട്ടന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് വലിയ വിലയുണ്ട്. ആരും ഇങ്ങനെ വാഹനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനില്ലെങ്കിൽ വന്നു കയറും. എന്തായാലും ആ ചേട്ടനൊരു അഭിനന്ദനം. നമ്മുടെ IBGMൻ്റെ മുന്നിൽ കൂടെ ചൗക്കയിലേക്ക് പോണ റോഡ് നിങ്ങളൊക്കെ ഒന്ന് നോക്കുക. റോഡ് നല്ല സൂപ്പറാണ്, പക്ഷേ വളവ് അതൊരു ഭയങ്കരമാണ്. പക്ഷേ നമ്മുടെ ട്രാംവേ റോഡ് അപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു ബദലായിട്ട് കിടക്കുന്നുണ്ട്. അതൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഈ പോസ്റ്റുമക്കാരൻ്റെ പരിപാടി നിൽക്കും. സൂക്ഷിച്ചും കണ്ട് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇരുചക്രവാഹനങ്ങൾ സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ പോസ്റ്റുമേ ഇരിക്കാം. ഇനി 4 ചക്രവാഹനങ്ങളാണെങ്കിൽ പോസ്റ്റ് വണ്ടിയുമേ ഇരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കാമെന്ന് മാത്രം ഒരു നിർദ്ദേശം തരുന്നതോടൊപ്പം അധികാരികളുടെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം കൂടി പറയാണ്. നമ്മുടെ ആ ട്രാംവേ റോഡ് ഒന്ന് റെഡിയാക്കി എടുക്കുക. ഈ റോഡിലെ പുറമ്പോക്ക് സംഭവങ്ങളിൽ ഒരു ഇടപെടൽ നടത്തി ഈ വളവൊക്കെ നേരെയാക്കി കഴിഞ്ഞാൽ ആളുകൾ സ്വസ്ഥമായിട്ട് വീട്ടിലേക്ക് എത്തും. അവരാരും പല്ലടിച്ച് വീഴില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.